നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുത്തി കുത്തി വേദനിപ്പിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം, ഇവൾക്ക് ഒരു മനസ്സുണ്ടെന്ന്. അയ്യോ, ശരണ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവൾ അനാവശ്യമായിട്ട് വേദനിപ്പിക്കണ്ട. ശരണ്യേ, നന്ദൂട്ടാ, നിങ്ങൾ റൂമിലോട്ട് ചെല്ലു മക്കളെ. രോഹിണി, ഓരോരുത്തർക്കും അവരവരുടെ ശരികളാണ് പ്രധാനം. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ജീവിതത്തെ തെറ്റുകൾ പറ്റാത്തവരാരും ഉണ്ടായിട്ടില്ല. ഈ ഞാൻ ഉൾപ്പെടെ എപ്പോഴെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ചെയ്യുന്ന ശരികൾ നാളെ നമുക്ക് തെറ്റായിട്ട് തോന്നും. അതുകൊണ്ട് ആരും ആരെയും പഴി ചേരാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് രോഹിണിയോട് മാത്രമല്ല, ദേ അഞ്ജലിയോട് കൂടിയാ. അതുകൊണ്ട് ശരണ്യെ വെറുതെ വിട്ടേക്കുക. അവളായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ അവളുടെ അമ്മ ചെയ്ത തെറ്റ് ശരി നോക്കി തീരുമാനിക്കേണ്ടതേ നമ്മളല്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. ഒരുപാട് സംസാരിച്ചല്ലോ നിങ്ങൾ രണ്ടുപേരും, മതി, വിട്ടുകളഞ്ഞേക്ക്. ദേ, എല്ലാവർക്കും ഒരു ജീവിതേ ഉള്ളൂ. ആ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതേ അവരവര് തന്നെയാ. മറ്റാരും ഇടപെടാതിരിക്കുക. ഇടപെട്ട് വെറുതെ അലോസരം ഉണ്ടാക്കാതിരിക്കുക. എനിക്കിത്തിരി പറയാൻ അറിയത്തുള്ളൂ. എന്റെ ഭഗവാനെ, ഞാൻ ഈ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി മാത്രമല്ല ദിയ, നിനക്കൂടി വേണ്ടിയാ. എന്റെ ഈ പ്രവർത്തനങ്ങൾ ഇഷ്ടമല്ലെന്ന് തോന്നിയാ എന്നെ വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ ഇങ്ങനൊരു കല്യാണത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളെ എതിർക്കുമെന്ന് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്ത് വിചാരിച്ചു? ചാണ്ടിക്ക് നന്ദിത കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരുവനാണ് ഞാനെന്ന് വിചാരിച്ചു. ചാണ്ടി അവിടെ നിൽക്കട്ടെ, അയാളുടെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇനി ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കും. ഈ മുടിയെ ഒന്നും ശരിക്കും ചെയ്യത്തില്ലേ, ചെയ്പ്പ് പോലും ഓടുന്നില്ല. കുളിച്ചില്ലല്ലോ അച്ഛാ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, മുടിയെ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ അച്ഛനൊരു സംശയം തോന്നുന്നു. എന്താ അച്ഛാ? തലയില് പെയിൻ ഉണ്ടോന്നൊരു സംശയം തോന്നുന്നു. ഒന്ന് പോ അച്ഛാ, എന്റെ തലയൊന്നും പെയിനില്ല. മോളെയും കൊണ്ട് പുറത്തു പോവാണോ? ഒന്ന് പോണമ്മാ. രാത്രിയിലെ ചെറുതായിട്ടൊന്ന് പനിച്ചായിരുന്നു. ഒന്ന് ഡോക്ടറെ കാണിച്ചു കളയാന്ന് വിചാരിച്ചു. ഒന്ന് പനിച്ചെന്ന് വെച്ച ആരെങ്കിലും ഡോക്ടറെ കാണൂ? അതും ചെറിയ പനിക്ക്. കുറുപ്പമാവനൊരു ചുക്കാപ്പി ഇട്ടുതരാം, അത് കുടിച്ചാ എല്ലാ പനിയും ഓടി ഒളിക്കും. എനിക്ക് കുറുപ്പമാവന്റെ ചുക്കാപ്പി ഒന്നും വേണ്ട. അച്ഛനും ഞാനും ഡോക്ടറെ പോയി കണ്ടോളാം. ഓ ശരി, എന്നാലേ ഈ പാലൊന്ന് കുടിച്ചേ. ഈ കുറുപ്പമാവൻ എപ്പോഴും എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും തന്നോണ്ടിരിക്കും. അത് മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? എനിക്ക് എന്റെ മോളോട് വലിയ സ്നേഹം. അതുകൊണ്ടല്ലേ കുറുപ്പമാവൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. അതാണ് എന്റെ ഭാഗ്യം. എന്റെ മോളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കാൻ ഒരാള്, അതാണ് കുറുപ്പമാവൻ. എന്നോട് മോള് ദേഷ്യപ്പെടുമ്പോ ഞാനത് ആസ്വദിക്കും. ഞാൻ മോളുടെ അപ്പൂപ്പനല്ലേ. അപ്പൂപ്പനും കൊച്ചുമോളും ഞങ്ങള് ചെറിയ പിണക്കോ ഇണക്കോ ആയി അങ്ങനെ മുന്നോട്ട് പോകും, അല്ലേ മോളെ? ആ ചിരിച്ചോ ചിരിച്ചോ, എന്നിട്ട് ഈ പാല് കുടിക്ക്. അതെ, അപ്പൂപ്പനാ പറയുന്നേ, അനുസരിക്കണം. ഇപ്പൊ കുടിക്കാം, പക്ഷെ ഇനി തരരുത്, എനിക്ക് പനിയാ. ശരി ശരി. പനിയാണെങ്കിലേ ആഹാരം നന്നായി കഴിക്കണം. ഇനി ഞാൻ തരും. മോള് കഴിച്ചില്ലെങ്കിലേ കുറുപ്പമ്മാവനും ഒന്നും കഴിക്കില്ല. പറഞ്ഞ കേട്ടല്ലോ. പാവം കുറുപ്പമ്മാവൻ. പാവാണല്ലേ അച്ഛ? അപ്പൊ അച്ഛനോ? അപ്പൊ അമ്മ എന്റെയോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. തൊടുന്നതെല്ലാം പൊന്നാകുന്നു.
എനിക്ക് മനസ്സിലായി. ഈ നടന്ന കാര്യങ്ങൾക്ക് പിന്നില് നിന്റെ ബുദ്ധിയല്ലേ? അതെ, അതിലെന്താ നിനക്കിത്ര സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. കണക്ക് കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊന്നാവും. ആകും. പക്ഷേ ആദ്യകാലങ്ങളിൽ എന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചിരുന്നു. നിനക്കറിയാലോ, നന്ദന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ. അതുപോലെ എത്രയോ പരാജയങ്ങൾ. എന്നാൽ ഇപ്പോ വിജയിക്കാൻ തുടങ്ങി. ഇനി മുതൽ വിജയത്തിന്റെ ദിവസങ്ങളായിരിക്കും. കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ നിന്ന് പരവതാനി വിരിച്ച പാതയിലേക്കായി എന്റെ യാത്ര. സോ സ്മൂത്ത്. ഇപ്പോ ബിസിനസ് പാർട്ട്ണറായി അവര് വിചാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ ആക്കിയെടുക്കും. അച്ഛനെ ഞാൻ മറികടക്കും. അച്ഛൻ ലാഭവിഹിതം മാത്രം വാങ്ങിക്കാൻ വേണ്ടിയാവും. നോക്കിക്കോ, എന്റെ കളിയൊക്കെ അങ്ങനെയായിരിക്കും. അപ്പൊ നീ അച്ഛനോട് യുദ്ധം പ്രഖ്യാപിച്ചോ? അങ്ങനെയാണെങ്കിൽ നാളെ എന്റെ ഗതി എന്താവും? ഒന്ന് പോ പെണ്ണേ നീ. അച്ഛനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാ നിന്നോടും. പക്ഷേ അച്ഛൻ ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ലാഭം ഞാൻ അച്ഛന് നേടിക്കൊടുക്കും. അതച്ഛനറിയാം. എന്നെ എന്റെ അച്ഛനെ ഒരിക്കൽ പോലും വിഷമിപ്പിച്ചിട്ടില്ല. ഞാനും എന്റെ അച്ഛനെ വിഷമിപ്പിക്കില്ല. അതുപോലെ തന്നെയാ നീയും. എന്റെ കൂടെ നിന്നാ എന്നും നീ എന്റെ കൂട്ടുകാരിയായി തന്നെ ഉണ്ടാവും. എന്റെ ടാർഗറ്റ് ശരണ്യ. അതേതാണ്ട് പൂർണ്ണമായി. ഇനി അവള് പത്തി വിടർത്തില്ല. നന്ദിതയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൾ എന്തെടുക്കാൻ? അതെങ്ങനെ ഒപ്പിച്ചുതിയേ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദാസങ്ങളുമായിട്ടുള്ള കല്യാണം അവരൊന്നും ആഗ്രഹിച്ചതല്ല അഞ്ജിത. ഞാൻ സാഹചര്യം ഒരുക്കിയതാ. ഞാൻ നല്ല പണി കൊടുത്തതാ. എന്നെ എതിർക്കുന്നവരെ തകർക്കുക, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. നന്ദിത വെറുതെ വന്ന് എന്റെ കൈയിൽ നിന്ന് അടി മേടിച്ചതാ. എനിക്ക് ശരണ്യയോട് മാത്രമായിരുന്നു ദേഷ്യം. അതിനിടയിലേക്ക് മകളോടുള്ള സ്നേഹം കൊണ്ട് നന്ദിത വന്ന് പെട്ടതാ. ഇനിയിപ്പൊ നന്ദിത അനുഭവിക്കട്ടെ. ഇനി ശരണ്യ വരെ നന്ദിതയെ വെറുക്കും. ഈ പ്രായത്തിൽ ഒരു കല്യാണം കഴിച്ചതിന് അവരെല്ലാവരോടും സമാധാനം ബോധിപ്പിക്കണം. ഹലോ മാഡം,